കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണാവോ ഭക്തരെ കാണാനായിട്ട് ആ കണ്ണൻ നിൽക്കുന്നത്. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്ത് അങ്ങനെ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരിക. അങ്ങനെ ഗണേശനെ കണ്ട് തൊഴാം. വളരെ സുഖമായിട്ട് തൊഴാം. 4 ദിക്കിന്ന് നോക്കിയാലും കാണും. നല്ല വലിയ വിഗ്രഹവും നല്ല ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞിങ്ങനെ നല്ല രസമായിട്ടുണ്ടാവും. അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ ആ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ വീടും കിടാവിളക്കൊക്കെ കാണാം. അത് കണ്ട് തൊഴുത് അതേപോലെ വലതേ വശത്തെ ആദ്യത്തെ തൂണും നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതിവിശേഷമായ കാഴ്ച. ആദ്യം തന്നെ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ്. പിന്നെ പട്ടുകോണൊക്കെ ഇങ്ങനെ ഉടുത്ത് നല്ല അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തി കിങ്ങിണിയുടെ നൂലൊക്കെ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. മുകളിലേക്ക് നോക്കിയാൽ മാറത്ത് ഒരു മാങ്ങാമാലയുണ്ട്, ഒരു വളയം പോലത്തെ മാലയുണ്ട്. അതേപോലെ തന്നെ കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, തിരുനെറ്റിയിലൊരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. വലത്തെ കയ്യിൽ വെണ്ണോർലയുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. നല്ല തടിച്ചു വരണ്ടിട്ടുള്ള ഒരു ഉണ്ണിക്കണ്ണൻ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ ആ സ്വന്തം പൊന്നോടക്കുഴലും വെണ്ണോർലയൊക്കെയാണ് കിട്ടിയപ്പോഴേ വളരെ സന്തോഷമായി. ആ സന്തോഷത്തിലാണ് ഭക്തരെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ തിരുമുടിമാല പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 2 തിരുമുടിമാല ഉണ്ട്. തിരുമുടിമാല എങ്ങനെയാ വെച്ചാൽ ഒന്ന് വെളുത്ത പൂവും തെച്ചിയും കൂടി ഉള്ളതും പിന്നെ തെച്ചിയും തുളസിയും കൂടി ഉള്ളതും. അതേപോലെ 2 ഉണ്ടമാലയുണ്ട്. ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ തെച്ചിയും തുളസിയും അതേപോലെ താമരപ്പൂവും ചേർത്തിട്ട് അങ്ങനത്തെ 2 എണ്ണം. അപ്പോൾ 2 ഉണ്ടമാലയുണ്ട്, 2 തിരുമുടിമാലയുണ്ട്. പൊന്നിൻ കിരീടമൊക്കെ വെച്ച് വലത്തെ കയ്യിൽ വെണ്ണൂറിലും ഇടത്തെ കയ്യിൽ പൊന്നോടക്കോയിലും പിടിച്ച് വളരെ അതിമനോഹരമായിട്ടുള്ള തിളക്കത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കി തൊഴുതുന്ന ആ കാഴ്ചയാണ്. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഉണ്ണിക്കണ്ണനെ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴുതോളൂ. ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കാം. അവനവൻ്റെ പ്രാർത്ഥനകളൊക്കെ കേൾക്കും ഗുരുവായൂരപ്പൻ. അങ്ങനെ തൊഴുത് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ചുവരിൻ്റെ മുകളിലുള്ള ചെറിയ ആലിലക്കണ്ണനെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ സപ്തമാതാക്കളെയും കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്ത് വരിക. ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കി സരസ്വതി ദേവീനെയും കണ്ട് പ്രാർത്ഥിക്കാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അങ്ങനെ അവിടുന്ന് പോന്ന് മായാദേവീനെയും അതേപോലെ ചെറിയ ഗണേശനെയൊക്കെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിനുശേഷം വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് നന്നായിട്ട് തൊഴാം. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും ഒക്കെ തൊഴുത് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ നമ്മളെ അനുഗ്രഹിച്ചും കൊണ്ട് ആ ഉഗ്രരൂപിയായ നരസിംഹസ്വാമി ഇരിക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ഭാർഗവരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് എത്തുക. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം.
ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് പിന്നീട് നമ്മൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണിനെയൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് ഹോവിൻ്റെ അവിടെ വന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നേരെ മുകളിലേക്ക് കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയില കെടാവിളക്ക് ഇങ്ങനെ ഇരുന്ന് കത്തുന്ന കാണാം. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നേരെ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ ആ ഉണ്ണീനെയൊക്കെ ആയിട്ട് കൊണ്ടുപോരുന്ന ആനന്ദൻ്റെ കുടക്കീഴിൽ വരുന്ന ആ വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ പോരാം. അങ്ങനെ വന്ന് നമ്മൾ അമ്മയെ കാണുമ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് അവിടെ ക്ഷേത്ര ദർശനം നടത്തുകയാണെന്ന് അങ്ങനെ വിചാരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വരാം. അവിടെ വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വെണ്ണയും ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ കൂത്തമ്പലത്തിലും തൊഴുത് നമസ്കരിക്കാം. അങ്ങനെ വന്ന് നമ്മൾ അയ്യപ്പസ്വാമിയെ കാണാം. അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് തൊഴുത് വന്നിട്ട് നേരെ പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. എന്നിട്ട് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നാരായണാലയത്തിൽ കയറുമ്പോൾ തന്നെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്ന് കിഴക്കേ നടയിൽ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് വീണ്ടും നമ്മൾ തെക്കേ നടയിലേക്ക് വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.